അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, നൂറെ ഹബീബി എന്ന ഓൺലൈൻ സ്വലാത്ത് മജ്ലിസ് മണ്ണാർക്കാട് ഭാഗത്തുള്ള ഒരു തങ്ങളാണ് അതിന് നേതൃത്വം നൽകുന്നത്. എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഞാൻ അതിൻ്റെ ഒരു പരസ്യം ചെയ്യലല്ല, ഞാൻ അതിൻ്റെ ഫോളോ ചെയ്യുന്ന ആളുമല്ല, ആ മജ്ലിസിൽ ഇതുവരെ പങ്കെടുത്തിട്ടില്ല. സ്വാഭാവികമായിട്ടുള്ള ചില ആളുകളുടെ സംശയങ്ങൾ എന്നോട് പറഞ്ഞപ്പോൾ അതിൻ്റെ യാഥാർത്ഥമായ അഭിപ്രായം, സോഷ്യൽ മീഡിയ ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ അഭിപ്രായം കമൻറ്റിലൂടെയൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടും സത്യാവസ്ഥ മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടുമാണ്. അപ്പോൾ ഈ ഓൺലൈൻ മജ്ലിസിലൂടെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങളൊക്കെ നടത്തി വരുന്നുണ്ട്. പ്രത്യേകിച്ച് വിവാഹമായി, പെൺകുട്ടികളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ ജോലി ചെയ്യുന്ന മഹലിലുള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹം അവിടെ വെച്ച് നടന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ല, ഒരാളെ പറഞ്ഞു വെച്ചിട്ട് അതിൻ്റെ വിവരങ്ങളൊക്കെ നമ്മുടെ അടുത്തുണ്ട്. ഏതായാലും സ്വാഭാവികമായിട്ടുള്ള ഒരാളുടെ സംശയം, ചില പ്രത്യേകമായൊരു സംഘടനയിൽപ്പെട്ട ചില ഉസ്താദുമാർ, ആ സംഘടനയൊന്നും ഞാൻ പറയുന്നില്ല, ഈ തങ്ങളെ വല്ലാതെ ഫോളോ ചെയ്ത് അവരെക്കുറിച്ച് ഇങ്ങനെ വീഡിയോ ഇടുന്നുണ്ടെന്നും അതുപോലെ തന്നെ ആ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഉമ്മമാരെ മോശക്കാരാക്കുന്ന രീതിയിലുള്ള ചില സംസാരങ്ങളൊക്കെ ഉണ്ടായി എന്നൊക്കെയുള്ള ഒരഭിപ്രായം കേൾക്കുകയാണ്. അപ്പോൾ അവരുടെ സ്വാഭാവിക സംശയം ഇതാണ് കേട്ടോ, ഈ ഓൺലൈൻ മജ്ലിസ്, ഇതുപോലെ മജ്ലിസ് നടക്കുന്ന വേറെയും കുറേ ചാനലുകളും ഉസ്താദുമാരൊക്കെ ഉണ്ടല്ലോ, സ്വാഭാവികമായിട്ടുള്ള സ്വാഗതം. അതിലൊരു ഉദാഹരണം മദനീയം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ചില ചാനലുകളുടെ പേരൊക്കെ എന്നോട് പറഞ്ഞു. ആ മദനീയ അങ്ങനത്തെ ചാനലുകളെന്നും ഇവർ എതിർക്കാത്തത് എന്തുകൊണ്ടാണ്? അവരും അവരുടെ ചാനലുകൾ അതിന് പൈസ വരുന്ന മോണിറ്റേഷനോ അങ്ങനെ എന്തോ ഒരു പ്രയോഗമുണ്ടല്ലോ, അത് ഓണാക്കിയിട്ടുണ്ടോ ഇല്ലേ? ഈ വ്ളോഗ് ചെയ്യുന്ന ചില വ്ളോഗൊക്കെ അവർ പറഞ്ഞു, അതൊക്കെ ഞാൻ ഇതിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള ആ 1, 2, 3 ആളുകളുടെ പേരൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അവരൊക്കെ ഈ പറയുന്ന വ്ളോഗ് ചെയ്യുന്ന ഉസ്താദുമാരുടെ മൊബൈലും യൂട്യൂബും ഫേസ്ബുക്കൊക്കെ മോണിറ്റേഷനാണോ? ഇവർ തങ്ങളെ മാത്രം എതിർക്കുക, ഇവർ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം നേടുക, തങ്ങളെ എതിർക്കുക, ഇങ്ങനെ തങ്ങളെ ഒറ്റപ്പെടുത്തി ഒരു സംഘടന, അവരുടെ സംഘടനയിലല്ലാത്തതിൻ്റെ പേരിലുള്ള അക്രമമാണോ എന്നൊക്കെയുള്ള സ്വാഭാവികമായ ഒരു സംശയമാണുള്ളത്. ഏതായാലും എതിർക്കുകയാണെങ്കിൽ ഈ ഓൺലൈൻ മജ്ലിസിലൂടെ പിരിവ് നടത്തുന്ന എല്ലാവരെയും എതിർത്തൂടെ, മൊത്തത്തിൽ അവർക്ക് സംഘടനാപരമായിട്ട് അതിനെ തീരുമാനമെടുത്തൂടെ? ആരും അങ്ങനെ നടത്തരുതെന്ന് പറഞ്ഞൂടെ? തങ്ങളെ മാത്രം എന്തിനാണ് ഇങ്ങനെ മോശക്കാരാക്കുന്നത് എന്നുള്ളതാണ്. ഒരു ഉമ്മ ഈ വിഷയവുമായി വന്നപ്പോൾ ഞാൻ പറഞ്ഞു, തങ്ങൾക്ക് ചെറിയ അത്ര വിവരമില്ലാത്തൊരാളാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവരിങ്ങോട്ട് തന്നെ പറയണം, തങ്ങൾക്ക് വിവരമില്ല എന്ന് ഞങ്ങൾക്കറിയാം, അവരുടെ മജ്ലിസിൽ പോയിരിക്കുന്ന ഞങ്ങൾക്കറിയാം, തങ്ങൾക്ക് കൂടുതൽ വിവരമില്ല. അത് തങ്ങൾ തന്നെ പറയാറുമുണ്ട്, ഞാൻ പഠിച്ചിട്ടില്ല എന്നൊക്കെ. അവരുടെ വാക്കിന് ഫലമുണ്ട് എന്നാണ് ഈ ഉമ്മ പറയുന്നത്. ഏതായാലും അതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങളൊന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിച്ച്, ഇത് സംഘടനാപരമായിട്ടുള്ള വെറുപ്പാണതോ